അപ്പോൾ എല്ലാവർക്കും PK ലിനക്സിന്റെ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫയറിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 4 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റുകളൊക്കെ തറവായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് 5ാമത്തെ ക്ലാസ്സിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പസ്റ്റനിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മുടെ ലാസ്റ്റത്തെ പോർഷനാണ്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ലാസ്റ്റ് പോർഷനായിട്ട് നോക്കുന്നതാണ് MSDS അല്ലേ. നിങ്ങൾക്ക് അതിൽ തന്നിട്ടുണ്ട് MSDS നോക്കുമ്പോൾ MSDS മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ MSDSനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചില പോർഷനുകളുണ്ട്. നിങ്ങളുടെ ആ ഒരു സിലബസിൽ അത് കാണത്തില്ല. അത് ട്രം കാർഡ്, എമർജൻസി പാനൽ, അതുപോലെ ഹസാർഡസ് കെമിക്കൽ കോഡ് എന്നൊക്കെ പറയും, ഹാസ്കം കോഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. ഇതിന് PYQs ഉണ്ട്. PYQs ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് സോൾവ് ചെയ്ത് ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നതാണ് എന്ത്, MSDS അല്ലേ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. നിങ്ങൾ ഫയർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ കേട്ടിട്ടുണ്ടാവും, അല്ലാത്തവർ കേൾക്കാൻ സാധ്യതയില്ല. സാരമില്ല, നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഈ ഷീറ്റിനെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ മൊബൈല് അല്ലെങ്കിൽ ഫ്രിഡ്ജ് അല്ലെങ്കിൽ TV ഇങ്ങനെയുള്ള പല ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സാധനം കിട്ടും അല്ലേ. എന്താ എൻ്റെ പേര്? എൻ്റെ പേര് യൂസേഴ്സ് മാനുവൽ. അപ്പോൾ യൂസേഴ്സ് മാനുവൽ എന്താണ് പറയുന്നത്? നമ്മുടെ കയ്യിരിക്കുന്ന ആ ഒരു വസ്തു എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ ആ വസ്തുവിനെ സൂക്ഷിക്കണം, എന്തൊക്കെ ചെയ്താൽ ആ വസ്തുവിന് അപകടങ്ങൾ ഉണ്ടാവാം. ഇനി അതല്ല, ഇപ്പം നമുക്ക് അപകടങ്ങൾ ഉണ്ടായി തന്നെ അതിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാന്നുള്ള ചില കാര്യങ്ങൾ, വളരെ ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ അതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സെറ്റിങ്സ്, ഓരോ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ് യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്, നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ഇച്ചിരി തീ കൊണ്ടുള്ള കളി എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെയാണ് അല്ലേ. LPG, പെട്രോൾ, ഡീസൽ, അല്ലെങ്കിൽ എന്താ കെമിക്കലുകൾ, ഇപ്പം സൾഫർ, ഫോസ്ഫറസ്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ്, അത് വേറൊരു രീതിയാണ്, അല്ലെങ്കിൽ വളരെയധികം ഗൗരവമേറിയൊരു വസ്തുവാണ്. അപ്പോൾ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം എന്താണ്, നമ്മൾ മറ്റേ യൂസേഴ്സ് മാനുവലാണ് നമ്മൾ വായിച്ചു പോലും നോക്കാറില്ല. പക്ഷേ ഈ MSDS അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അങ്ങനെയല്ല. നമ്മളത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവബോധം ഉണ്ടാവണം. അത് മാത്രമല്ല, ഇതിൽ എന്തൊക്കെയായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്, ആ ഒരു വസ്തുവിൻ്റെ പേര്, ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഡേഞ്ചർ ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടണം, എങ്ങനെ നാടിനെ രക്ഷിക്കണം അല്ലെ. ഇതിൻ്റെ അപകടങ്ങൾ ഏതിനൊക്കെയാണ് വരുന്നത്, മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്ക് വരാം അല്ലെ. ഇപ്പോൾ കെമിക്കലൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ പ്രകൃതിക്ക് വരാം, അതുപോലെ മൃഗങ്ങൾക്ക് വരാം, അതുപോലെ ജലജീവികൾക്ക് വരാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ടോക്സിക് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ഇതെല്ലാം പറയുന്ന ഒരു സാധനമാണ് എന്ത്, MSDS എന്ന മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അപ്പം ഇതുവരെയുള്ള ആ ഒരു എക്സാമിൻ്റെ ഒക്കെ വെച്ചിട്ട് MSDS എന്ന ആ ഒരു പോർഷനിൽ നിന്ന് MSDS LPG അല്ല MSDS ക്ലോറിൻ, MSDS അമോണിയ, അതിൽ നിന്നൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓരോ LPGയിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ്, അത് ഇത്രേ ഉള്ളൂ. ഗ്യാസ് ലീക്കായാൽ എൻ്റെ സ്മെല്ല് വരാൻ എന്താണ് ആഡ് ചെയ്യുന്നത്, അതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ MSDS അധികം നിങ്ങൾ ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. MSDS എന്ന് വെച്ചാൽ MSDSന്റെ ഫുൾ ഫോം എന്താണെന്ന് ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ LPG റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കേട്ടിട്ടില്ല എന്നുള്ള ഓർത്ത് നിങ്ങളൊന്നും പേടിക്കേണ്ട. പക്ഷെ നമ്മളിത് എന്ത് ചെയ്യും, നമ്മൾ എക്സാമിന് വേണ്ട രീതിയിലുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങിൽ തന്നെ നമ്മളിത് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ MSDSന് എന്താണെന്ന് നമ്മുടെ ഈ ബോർഡിൽ കാണുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപകട സാധ്യത നിറഞ്ഞ ഉൽപ്പന്നങ്ങളുടെയും രാസവസ്തുക്കളുടെയും വിശദവും സമഗ്രവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു സാങ്കേതിക രേഖ, ഒരു ടെക്നിക്കൽ ഷീറ്റ്. അതാണ് എന്ത്, ഈ പറഞ്ഞ MSDS അഥവാ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അതിലെന്തുകൊണ്ട് വിവരങ്ങൾ 16 വിഭാഗങ്ങളായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഇത് അറിയേണ്ട ഒരു കാര്യം ഇതാണ്, അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ അറിയണം. അതുപോലെ എന്താണ് MSDS അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞതാണ് എന്താണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങൾ അറിയണം. അതുപോലെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, മീൻസ് അപകട സാധ്യത നിറഞ്ഞ ഉൽപ്പന്നങ്ങളുടെയും രാസവസ്തുക്കളുടെയും വിശദവും സമഗ്രവുമായ വിവരങ്ങൾ നൽകുന്ന സാങ്കേതിക രേഖയാണ് MSDS എന്ന കാര്യം നിങ്ങൾ അറിയാം. നിങ്ങൾക്ക് ഒരു ബേസിക് പരിജ്ഞാനം ഉണ്ടാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾ എവിടെ പഠിക്കും? 2007 സ്ഥാപിതമായ നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലെയുള്ള കേരള ഫയർ അക്കാഡമി, അവിടെ തൃശ്ശൂർ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അവഗാഹമൊക്കെ അവിടെ തരും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുപാട് ഡീറ്റെയിലോട്ട് നിങ്ങൾ പോകേണ്ട, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇവിടെ അറിഞ്ഞാൽ മതി. അത് 12th ലെവൽ എക്സാം ആണ് നിങ്ങൾ പഠിക്കുന്ന ഒരു ബോധ്യം കൂടി നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ വിഭാഗങ്ങൾ നമ്മൾ നോക്കാം. ഇതിനെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്, ഇതിനെ 16 വിഭാഗങ്ങളിലാക്കിയിട്ടാണ് ഈ ഒരു MSDSനെ തിരിച്ചിട്ടുള്ളത്, ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും അധികമാണ് തിരിച്ചറിയൽ. ഇപ്പം
എൽ പി ജിയുടെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അല്ലേ ദ്രവീകൃത പെട്രോളിയം വാതകം എൽ പി ജി എന്നുള്ളൊരു നെയിം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിലും സ്പെസിഫിക്കേഷൻസ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ അപകട സാധ്യതകൾ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപകട സാധ്യത, തിരിച്ചറിയൽ, ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കേട്ടോ. ഈ പേരുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ ആകെ ചോദിച്ചിട്ടുള്ളത് MSDSന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൽ പി ജിയുടെ ചില ഘടകങ്ങൾ, അതായത് ജസ്റ്റ് അതിനകത്ത് എന്ത് ഘടകം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഈ ഒരു ആ ഒരു സ്മെല്ല് കിട്ടുന്നത്, എൽ പി ജി ലീക്ക് ആകുമ്പോൾ സ്മെല്ല് കിട്ടുന്നത് എന്നുള്ള പോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഈഥൈൽ മെർക്യാപ്റ്റൈലാണ്. അത് നമ്മൾ അതിനകത്തേക്ക് നമുക്ക് വരാം. നമ്മളത് അടുത്ത ക്ലാസ്സിലായിരിക്കും അതൊന്ന് വളരെ വിശദീകരിച്ച് നമ്മൾ നോക്കുന്നത്. കാരണം ഈ ക്ലാസ്സിൽ നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രംപ് കാർഡ്, എമർജൻസി പാനൽ, അതുപോലെ ഹസാർഡസ് കെമിക്കൽ, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ആ ഒരു പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ബാക്കി നോക്കുക. എന്താണ് പദാർത്ഥങ്ങളുടെ ഘടന അല്ലെങ്കിൽ കമ്പോസിഷൻ ഓഫ് ഇൻഫർമേഷൻസ് ഓഫ് ഇൻഗ്രീഡിയൻസ്, പദാർത്ഥങ്ങളുടെ ഘടന. അതുപോലെ പ്രഥമ ശുശ്രൂഷ നടപടികൾ. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലേ, അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അതുപോലെ അഗ്നിശമന നടപടികൾ, എന്തെങ്കിലും കേസിൽ എക്സ്പ്ലോഷനോ ഫയറോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ഫയർ ഫൈറ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കണം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ പുറന്തള്ളൽ നടപടികൾ, അല്ല എന്തെങ്കിലും രീതിയിൽ ഇത് ഒരു എക്സ്റ്റേണലായിട്ട് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങളപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് കൈകാര്യം ചെയ്യലും സംഭരണവും, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇത് സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അല്ലെ, ഇതിനെ സംഭരിച്ച് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇത്ര ഡിഗ്രിയിൽ കൂടുതൽ ചൂട് പാടില്ല, അതിൻ്റെ അടുത്ത് ഇന്ന കാര്യങ്ങൾ പാടില്ല അല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ LPG വെക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ LPG വെക്കുന്ന ഒരു ഏരിയ അധികം ചൂടില്ലാത്ത ഒരു ഏരിയ ആണ് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം, അത് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അടുത്ത് കത്ത് പിടിക്കുന്ന സാധനങ്ങൾ വേറെ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ പാകം ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമ്മളവിടെ മുകളിൽ ഷോളോ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്താണ് അവിടെ ഈ ഒരു കർട്ടനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ കുക്ക് ചെയ്യുന്നവർ ഇടുന്ന ഡ്രസ്സുകൾ കോട്ടൺ ആയിരിക്കണം ഉറപ്പ് വരുത്തണം. എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റോറേജ് ചെയ്യുന്നിടത്തും എന്നാൽ ഈ സംഭരണം അഥവാ സ്റ്റോറേജ് ചെയ്യുന്നിടത്തും എന്താണ് കത്തലിനെ സഹായിക്കുന്ന, തീപിടുത്തം ഉണ്ടാവാൻ സഹായിക്കുന്ന ഘടകങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, ഉറപ്പ് നൽകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ കൈകാര്യം ചെയ്യലും സംഭരണവും നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് സമ്പർക്ക നിയന്ത്രണവും വ്യക്തിഗത സംരക്ഷണവും. ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫയറോ കാര്യങ്ങളോ ഉണ്ടായാൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് നിയന്ത്രിക്കണം. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും സംരക്ഷണം, കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ, ഭൗതികവും രാസപരവുമായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ രീതിയിലാണ് ഒരു സ്ഥിരത കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഇത് പ്രതിപ്രവർത്തനത്തിന് വിധേയമാകുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഒരു MSDS അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോക്സിസിറ്റി, ഇപ്പം ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ശ്വാസം മുട്ടലുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതിൻ്റെ ആ ഒരു ടോക്സിസിറ്റി അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. പാരിസ്ഥിതിക വിവരങ്ങൾ, ഇത് പുറത്തോട്ട് ലീക്കായാൽ എന്താണ്, ഇപ്പോൾ LPGയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, LPG ലീക്ക് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത്, LPG ലീക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒരു സ്റ്റോറേജിൽ നിന്നാണ് ഈ LPG പോകുന്നത്, അത് വെച്ചിട്ട് വെള്ളവുമായിട്ട് കലർന്നാൽ തീർച്ചയായിട്ടും അത് എക്കോളജിക്കൽ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതിക്ക് ദോഷങ്ങളാണ്. അപ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യേണ്ട വിവരങ്ങൾ ഒക്കെ അതിലുണ്ടാവണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പോസിബിൾ പ്രോപ്പർ ആയിട്ടുള്ള നിർമ്മാർജ്ജന രീതികൾ, ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ഗതാഗത വിവരങ്ങൾ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് റെഗുലേറ്ററി വിവരങ്ങൾ, ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇതിൻ്റെ ഈ ഒരു റെഗുലേഷനിൽ നിൽക്കുന്നത് എന്നുപോലെയുള്ള ചില റെഗുലേറ്ററി ഇൻഫർമേഷൻസും അതുപോലെ മറ്റ് ചില വിവരങ്ങളുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടത്. ഇങ്ങനെ 16 ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു MSDS അഥവാ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് MSDS, LPG, ക്ലോറിൻ, അമോണിയ ഇതെല്ലാം വരുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഈ 16 കാര്യങ്ങളും പറഞ്ഞു വരാനാണ് നമുക്ക് ഒരുപാടുണ്ട്, പക്ഷേ നമുക്കത് പരീക്ഷയ്ക്ക് ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് പോർഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ നമ്മൾ അത് അടുത്ത ക്ലാസ്സിലായിരിക്കും അതിൻ്റെ നോക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു PYQ നമുക്ക് നോക്കാം. MSDS എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ഡയറക്റ്റ്ലി വന്ന PYQs നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണ രൂപം എന്ത്?
നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് പറഞ്ഞത്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മിനറൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ല, മെറ്റീരിയൽ സെക്യൂരിറ്റി അല്ല, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ്. മിനറൽ സ്റ്റോക്കിംഗ്, മിനറലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അപ്പോൾ ഏതാണ് ഉത്തരം? സി ആണ് വന്ന മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇതും 2024 ചോദിച്ചാണ്. തൊട്ടടുത്ത വർഷം തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് MSDS ബേസ് ചെയ്തിട്ട്. MSDSന്റെ പൂർണ്ണ രൂപം എന്താണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ തന്നെ അത് പറഞ്ഞതേ ഉള്ളൂ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ് വരുന്നത് കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ് വരുന്നത് അതിന്റെ ആൻസർ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിന്റെ കാര്യം. നമ്മൾ അത് പഠിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അത് ഒരുപാട് ഉണ്ടെന്ന് തോന്നും, അതുപോലെ ഒരുപാട് പാടാന്ന് തോന്നും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 12th ലെവൽ എക്സാം ആണ്. ഈ എക്സാമിന്റെ ഡിമാൻഡ് അനുസരിച്ച് മാത്രം നമ്മൾ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കുന്ന ഏതാണ്? ഹസാർഡസ് കെമിക്കൽ കോഡ് അല്ലെങ്കിൽ ഹാസ്കം കോഡ് എന്ന് പറയും. അപ്പൊ ഈ ഹാസ്കം കോഡ് എന്താണ്, അല്ലെങ്കിൽ ഹസാർഡസ് കെമിക്കൽ കോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞുതരാം. അത് 1967 ഓക്കെ, അവിടുത്തെ ഇംഗ്ലണ്ടിലെ റെയിൽവേസ് അവർ എന്ത് ചെയ്തു? അവർ കെമിക്കൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഓരോ കെമിക്കലിനെയും അതിന്റെ അപകടത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പല കോഡുകൾ ഉപയോഗിച്ചു. അത് ഇംഗ്ലണ്ടിൽ UK മാത്രമായിട്ട് ഉപയോഗിച്ചാണ്, യുണൈറ്റഡ് കിങ്ഡമിൽ മാത്രം ഉപയോഗിച്ചാണ്. പിൽക്കാലത്ത് ഇത് സ്പ്രെഡ് ആവുന്നു, ലോകമെമ്പാടും ഈ ഒരു പേര് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു കോഡ് സ്വീകരിക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഇനി നമ്മൾ ഹാസ്കം കോഡിലോട്ട് വരുവാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെ ഇതാണ് അല്ലെ? LPG എന്താണ്? 2WE. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം LPG 2WE. ഓക്കെ, എത്ര എടുത്താൽ മതി? ഞാനും നിങ്ങളും അല്ലെ? എന്താണ്? V എന്ന് പറയും. നമ്മൾ 2 പേരുണ്ടല്ലേ, അപ്പൊ എത്ര? 2WE 2V അങ്ങനെ ഓർത്താൽ മതി. LPGക്ക് അത് ഓർത്താൽ മതി. ഇത് PYQ വന്നിട്ടുള്ള ചോദ്യമാണ്. ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചത് LPGയുടെ കാര്യം. LPG ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ തീ പിടിക്കുന്നതോ അല്ലെങ്കിൽ തീ പിടിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ വന്നു പോകുന്ന ഒരു വാതകമാണ് LPG. അപ്പോൾ LPGയുടെ ഒരു ഹസാർഡസ് കെമിക്കൽ കോഡ് നിങ്ങളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോറി പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഡ് ഇടുന്നത് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്താണ്? ആ സമയത്ത് നമ്മൾ ചില ഫാക്കൽറ്റീസിനൊക്കെ ഒരു ഇരട്ട പേരൊക്കെ ഇടും അല്ലേ? ഇപ്പോൾ ചില ടീച്ചേഴ്സിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അല്ലെങ്കിൽ ഇപ്പം ചില ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള സാറുമാരുണ്ടല്ലോ, നമ്മുടെ കണ്ണിൽ പ്രശ്നക്കാർ കേട്ടോ. എന്താ പറയുക, നമ്മൾ കടുവ എന്നൊക്കെ പേരിടും, അവർക്ക് കടുവ എന്ന് പേരിടും. ചിലവരുണ്ട് ഒറ്റ ബുദ്ധി എന്നൊക്കെ രീതിയിൽ, മീൻസ് പെട്ടെന്ന് ഒരു കേൾക്കുമ്പോഴേ ആക്ഷൻ എടുക്കുന്ന സാറിനെയൊക്കെ നമ്മൾ ആന അങ്ങനെയൊക്കെ നമ്മൾ പേരിടും. ഇപ്പോൾ ചില ടീച്ചർമാരുണ്ട്, അവർ കൃത്യമായിട്ടൊരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതെന്ന് കൃത്യമായിട്ട് പിടിക്കും. നമ്മൾ പോലും കാണിയില്ല ടീച്ചർ നോക്കുന്നത്. അവർ നമ്മൾ 3D എന്നൊക്കെ നമ്മൾ പേരിടും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പേരിടുന്നത്? നമ്മൾ ഈ പേരിടുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ പേരിടുന്നതിൻ്റെ ഒരു കാരണം അവരെത്രത്തോളം അവർ ഭയങ്കര ഡേഞ്ചർ. ഇപ്പം നമ്മൾ ബെല്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും വേണ്ടി കടുവ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി ക്ലാസ്സിൽ കയറും. എന്തുകൊണ്ട്? നമുക്കറിയാം കടുവ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ആൾ ഇച്ചിരി ഡേഞ്ചറാണ്, സീനാണ് എന്ന് അല്ലേ? അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ എന്തായിരിക്കും? നമുക്ക് പേടിയല്ലേ? ഈ 3D എന്ന് പേരുള്ള ടീച്ചർ എങ്ങനെയാണ് ക്ലാസ്സിൽ നിൽക്കണമെങ്കിൽ തീർന്ന്. കാരണം നമുക്ക് എന്താ, നമുക്ക് ആ ഒരു മാൽ പ്രാക്ടീസ് ഒന്നും പറ്റത്തില്ല. പഠിച്ചത് അറിയാവുന്ന വെച്ച് പരീക്ഷ കൃത്യമായിട്ട് നേരാവണ്ണം എഴുതാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ? അപ്പം നമുക്ക് എന്താ, അപ്പം ഇങ്ങനെയുള്ള ഒരു പേരൊക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഉള്ള ഒരു പേടി അല്ലേ, നമുക്കൊരു പേടി ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെയുള്ള പേര് ഇടുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഹസാർഡസ് കെമിക്കൽ കോഡ്. ഇച്ചിരി പ്രശ്നക്കാരായിട്ടുള്ള ചില കെമിക്കലുകൾക്കും ചില ഗ്യാസുകൾക്കൊക്കെ നമ്മൾ ഇടുന്ന ഓരോ കോഡാണ്. ആ കോഡ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കോഡിനകത്ത് എങ്ങനെ ഇവരെ കണ്ടെയ്ൻ ചെയ്യാം, എങ്ങനെ ഈ ഒരു ഹസാർഡസ് ആയിട്ടുള്ള ഈ ഒരു കെമിക്കൽസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ആക്കിയാൽ പോലും എങ്ങനെയാണ് അതിനെ കണ്ടെയ്ൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള ആ ഒരു ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം എന്താണ് ഹസാർഡസ് കെമിക്കൽ കോഡ് എന്ന് പിടികിട്ടി കാണുമല്ലോ. അപ്പം നമുക്ക് അത് സ്റ്റോറി നിർത്തിയിട്ട് നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഒരു അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വളരെ എളുപ്പം പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഈ ഹസാർഡസ് കെമിക്കൽ കോഡ് അല്ലെങ്കിൽ ഹാസ്കം കോഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? എമർജൻസി ആക്ഷൻ കോഡ്. എമർജൻസി ആക്ഷൻ കോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇപ്പം നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? MSDS അല്ലെ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അതിനെ വിളിക്കുന്ന വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? SDS എന്ന് വിളിക്കും. SDS. അതിന് മുന്നിലൊരു M ഉണ്ട് കേട്ടോ. MSDS എന്നാണ് അതിൻ്റെ പേരെന്നറിയാം. പക്ഷെ എന്താണ്, നമുക്ക് SDS എന്നൊരു പേര് SDS എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റരുത്. അതുകൊണ്ടാണ്, അതായത് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അത്രേ ഉള്ളൂ. മെറ്റീരിയൽ മാറ്റി സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് അതിനെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ SDS എന്ന് ചോദിച്ചാൽ MSDS എന്ന് ചോദിച്ചാൽ ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയോ എക്സാമിന് SDS എന്നാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ മാർക്ക് പോകരുത് എന്നുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു തന്നതാണ് കേട്ടോ.
അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എവിടെയാണ്? എമർജൻസി ആക്ഷൻ കോഡ് അല്ലേ, ഈ EAC എന്നൊക്കെയാണ് ഈ ഹാസ്കം കോഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈ എമർജൻസി ആക്ഷൻ കോഡ്. കാരണം എന്താ, വളരെ എമർജൻസി ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അതിന്റെ വേറൊരു അത് എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്? സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അല്ലെ. ആ ഒരു കെമിക്കൽസ് കൊണ്ടുപോകുമ്പോഴോ കെമിക്കൽസ് ഇരിക്കുന്ന ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും എന്ത് പറ്റാൻ പാടില്ല, ഉപദ്രവം പറ്റാൻ പാടില്ല ഈ ഒരു കെമിക്കലുകൾ കാരണം. അപ്പം അങ്ങനെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ ഒരു കോഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ലൈനാണ്, അപകടകാരിയായ രാസവസ്തുവിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിന് അടിയന്തര സേവനം. രാസവസ്തുവിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുക. അടിയന്തര സേവന സംഘത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ തെറിച്ചു വീഴുന്ന തീ പിടിക്കുന്നതായ രാസവസ്തുവിനെ കുറിച്ച് ശരിയായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ ഇതിന് പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം LPGക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 2WE എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 2 എങ്ങനെ വന്നു, W എങ്ങനെ വന്നു, E എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ പഠിക്കും. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഈ അപകടങ്ങൾ ഇല്ലാത്ത വസ്തുക്കളാണ് അല്ലെങ്കിൽ രാസവസ്തുക്കളാണ് ഈ കൊണ്ടുവന്നെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരുണ്ട്, അതിനാണ് നൾ ഹാസ്കം കോഡ്. ഈ ഹാസ്കം കോഡിന്റെ ഇപ്പുറം ജസ്റ്റ് ഒരു നള്ള് നമ്മൾ ആഡ് ചെയ്താൽ മതി. നൾ എന്ന് വെച്ചാൽ എന്താ, ഇല്ല, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. നൾ എന്ന് വെച്ചാൽ ഇല്ല അല്ലെങ്കിൽ ശൂന്യത എന്നൊക്കെ അർത്ഥമുള്ളൂ. അപ്പം നൾ ഹാസ്കം കോഡ് എന്ന് ആണ് ഈ അപകടം ഒന്നും ഇല്ലാത്തതിന്റെ പേര് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങളതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കൂ. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ് ഈ ഒരു ഹാസ്കം ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹാസ്കം ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ്. അത് നിങ്ങൾ എന്ത് കാണുന്നത്, ടോപ്പിൽ 1 മുതൽ 4 വരെയുള്ള സംഖ്യകൾ കാണുന്നുണ്ട് അല്ലെ. എന്താണ് 1 മുതൽ 4 വരെ സംഖ്യകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി. വാട്ടർ ജെറ്റ്, ഫോഗ്, ഫോം, ഡ്രൈ ഏജന്റ്. അപ്പൊ മനസ്സിലായില്ലേ, ഇങ്ങനെ ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വസ്തുവിന് തീ പിടിക്കുമ്പോൾ ഈ തീയെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എന്ത് കണ്ടു, ഗ്യാസിന്റെ കണ്ടു അല്ലെ, LPGയുടെ കണ്ടു. LPGക്ക് എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, 2WE, 2 നമ്മൾ അല്ലെ, 2WE നമ്മൾ രണ്ടും ചേർന്നാണ് എന്ത് 2WE, LPG എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇത് PVക്ക് വന്നിട്ടുള്ളതാണ്, അത് നോർമൽ വെച്ചോണേ. ഓക്കെ, അപ്പൊ എന്താണ് ഇതില് 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ വാട്ടർ ജെറ്റ്, അതായത് വെള്ളം ശക്തമായിട്ട് സ്പ്രേ ചെയ്താൽ അവിടെ തീരും എന്നതാണ്. രണ്ടാമത്തെ ഫോഗ് തന്നെയാണ്, അതായത് വാട്ടർ തന്നെ, അത് വേറൊരു രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യുവാണ്. അതിനൊരു മഞ്ഞെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫോഗായിട്ട് ആയിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ അവിടെ ആ ഒരു ഓക്സിജന്റെ എൻട്രി കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തീയെ കണ്ടെയ്ൻ ചെയ്യണം. നമ്മൾ ആദ്യം ഫയർ ട്രയാങ്കിൾ പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഓർമ്മയുണ്ടല്ലോ. ഫ്യൂവൽ ഉണ്ട്, അതുപോലെ ഓക്സിജൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഹീറ്റ് ഉണ്ട്. ഇതിനകത്ത് എന്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് ആ ഒരു ഓക്സിജന്റെ കാര്യങ്ങൾ നമ്മളവിടെ കട്ട് ചെയ്ത് അതിനെ കണ്ടെയ്ൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ മൂന്നാമത് വരുന്നതാണ് എന്ത്, ഫോം വരുന്നുണ്ട്. മൂന്നാമത് ഫോം വരുന്നുണ്ട്. ഫോം അടിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ഓക്സിജന്റെ ഇതിനെ കണ്ടെയ്ൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു പ്രത്യേക ഒരു ലെയർ, ഇപ്പം ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കെറോസിനോ ഒക്കെ സ്പ്രെഡ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താ ഡീസലൊക്കെ സ്പ്രെഡ് ആകുമ്പോഴാണ്, കത്താൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഫോം ഒക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ എന്ത് ചെയ്യും, അതിന് മുകളിൽ തിക്കായിട്ടുള്ള ഒരു ലെയർ ഫോം ചെയ്യും. പതയുടെ ഒരു ലെയർ ഫോം ചെയ്തിട്ട് നമ്മൾ ആ ഓക്സിജനെ കട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. നാലാമത്താണ് DCP അല്ലെങ്കിൽ ഡ്രൈ ഏജന്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. നാലാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈ ഏജൻസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ശരി, അപ്പൊ നിങ്ങൾക്ക് ഈ 2ന്റെ അർത്ഥം പിടികിട്ടിയെന്ന് തോന്നുന്നു. എന്താണ് 2ന്റെ അർത്ഥം, എന്താണ് LPGയിൽ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താ നിങ്ങളോട് ഉപയോഗിക്കാൻ പോകുന്നത്, നിങ്ങൾ ഫോഗ് ഉപയോഗിക്കും അല്ലെ, നിങ്ങൾ ഫോഗ് ഉപയോഗിക്കും. ശരി, പിന്നെ നമുക്ക് എന്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് W വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ. നമ്മളിവിടെ എന്താണ് PRSTWXYZ. ഓക്കെ, നമ്മളപ്പോൾ എഴുതുവാണ് PRSTWXYZ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 2 കാറ്റഗറിയിലായിട്ട് നമുക്കിതിനെ ഒന്ന് തിരിക്കാം. നമുക്കിത് 2 കാറ്റഗറി തിരിക്കാം. PRST എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, അതിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാവുന്ന കൂട്ട് വാതകങ്ങളോ കെമിക്കൽസോ ഒക്കെ ആയിരിക്കും. നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്താൽ മതി. അതിനെ ഡൈല്യൂട്ട് ചെയ്താൽ അതിൻ്റെ ഒരു വീര്യം കുറഞ്ഞ് അതിൻ്റെ പണി നിർത്തിക്കോളും. ഓക്കെ, അതാണ് PRSTയിൽ വരുന്നത്. അതുപോലെ WXYZ വരുമ്പം എന്താണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യണം, അത് സ്പ്രെഡ് ചെയ്യുന്ന കണ്ടെയ്ൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്, ഇത് ഒഴുകി ഏതെങ്കിലും ജലാംശത്തിലോ ഡ്രെയിനേജിലോ ഒക്കെ ചെന്നാൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ അവിടെ എന്ത് ചെയ്യും, അതിന് നമ്മൾ കണ്ടെയ്ൻ ചെയ്യും. കണ്ടെയ്ൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഒഴുക്കിനെ തടയുക എന്നൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ PRSTWXYZ നിങ്ങൾ കണ്ടു. ഇനി ഇതിനകത്ത് നിങ്ങൾ ഈ ST അവസാനം വരുന്നത്, PRSTയുടെ ആദ്യത്തെ അവസാനം വരുന്ന STയും പിന്നീട് വരുന്ന
വൈ ഇസഡ് ഒന്ന് നോക്കണം. ഈ എസ് ടി എ വൈ ഇസഡ് ഇവ കൊടുത്തേക്കുന്നത് ഏതിലാണ്? ബ്ലാക്ക് ലെറ്ററിലാണ്. ബ്ലാക്ക് ലെറ്ററിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബ്ലാക്ക് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് കൂടുതൽ അപകടകാരികളായതാണ് എന്നതാണ് അതിന്റെ അർത്ഥം. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അക്രമാസക്തമാവുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഏതെങ്കിലും സ്ഫോടനത്തിനോ ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ടാണ് അതിനെ ആ ഒരു ബ്ലാക്ക് ലെറ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയില്ല ബ്ലാക്ക് ലിസ്റ്റിൽ ഇച്ചിരി പ്രശ്നക്കാരായിട്ടുള്ളവർ എന്ത് ചെയ്യും അല്ലെ, US ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി എന്നൊക്കെ പറയും അല്ലെ, എന്ന് പറഞ്ഞ പോലെയാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ബ്ലാക്കിൽ പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അത് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഈ വി എന്ന അർത്ഥം കാണിച്ചിരിക്കുന്നത് എന്താണ്? വി എന്ന അർത്ഥം കാണിച്ചിരിക്കുന്നത് അത് വയലന്റ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. വയലന്റ് ആയിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നതാണ് വി എന്നുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രൊട്ടക്ഷൻ സൈഡും കൂടെ ഞാൻ പറയാം. അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ പറയാം, നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞിട്ട് 2WE എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരും. ഓക്കെ, ഇതിനകത്ത് ഫുൾ എന്ന് വെച്ചുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രീത്തിങ് അപ്പാരറ്റസ്. ഓക്കെ, അതായത് സ്മോക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്വസിച്ച് നമ്മൾ വിഷപ്പൊക്കെ ശ്വസിച്ച് നമുക്ക് ഹെൽത്തിന് ഡാമേജ് വരായിരിക്കും. നമ്മളൊന്ന് ബ്രീത്തിങ് അപ്പാരറ്റസ് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫുൾ ബോഡി സ്യൂട്ട് വെക്കണം. PPE കിറ്റ് പോലെ നമ്മൾ കൊറോണ വരുന്ന സമയത്ത് കണ്ടില്ലേ, PPE കിറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഫുൾ ബോഡി കിറ്റ് നമ്മൾ ആ സമയത്ത് ധരിച്ചിരിക്കണം. അതാണ് ഫുൾ എന്നതിന്റെ അർത്ഥം വരുന്നത്. BA കൊടുത്താൽ ബ്രീത്തിങ് അപ്പാരറ്റസ്. ബ്രീത്തിങ് അപ്പാരറ്റസ് മാത്രം ധരിച്ചാൽ മതി, PPEയുടെ ആവശ്യമില്ല. ബ്രീത്തിങ് അപ്പാരറ്റസ് മാത്രം ധരിച്ചാൽ നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു എക്യുപ്മെന്റ് കൊണ്ട് തന്നെ കെടുത്താം, തീ കെടുത്താം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. BA ഫോർ ഫയർ ഒള്ളി. എന്താണ് BA ഫോർ ഫയർ ഒള്ളി? തീ പിടിക്കുന്ന സമയത്ത് മാത്രം ബ്രീത്തിങ് അപ്പാരറ്റസ് വെച്ചാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായി തോന്നുന്നു. പിന്നെ നമുക്ക് താഴെ ഒരു ഇ ഉണ്ടല്ലേ, ഇ ഉണ്ട്. ഇ എന്താണ്? ഇവാക്വേഷൻ. ഇ ഫോർ ഇവാക്വേഷൻ. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് തീ പിടിക്കുക അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെയുള്ള ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ആളുകളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം? അവിടെ നിന്നുള്ള ആളുകളെല്ലാം മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് ഇവാക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്, എനിക്ക് 2WE എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. ഇപ്പൊ എന്താണ് 2WE? 2 വെച്ചാൽ നമ്മൾ ഫോഗ് ഉപയോഗിക്കും അല്ലെ, നിങ്ങൾ ഫോഗ് ഉപയോഗിക്കും. അതായത് LPGക്കാണ് ഇഷ്യൂസ് വരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ ഫോഗ് ഉപയോഗിക്കും. പിന്നെ എന്താണ് ചെയ്യുന്നത്? W കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് വയലന്റ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. വയലന്റ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ അപ്പോൾ പ്രൊട്ടക്ഷൻ എന്താണ് ഉപയോഗിക്കുന്നത്? Wയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് നമ്മൾ പോകും. എന്താണ്? ഫുൾ ബോഡി അപ്പാരറ്റസ്, ബ്രീത്തിങ് അപ്പാരറ്റസ് നിങ്ങൾ ഇടും. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ ഒരു ഫുൾ PPE എല്ലാം സജ്ജമായിട്ടായിരിക്കും നിങ്ങൾ അതിന് ഇറങ്ങുന്നത്. അടുത്ത എന്താണ്? അവിടെ നേരെ പോകുന്നത് എന്താണ്? കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു തീപിടുത്തം അല്ലെങ്കിൽ ആ ഒരു ഇന്ധനം ലീക്കായി പടരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ കണ്ടെയ്ൻ ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത്. നിങ്ങൾ ഇത്രയും ഞാൻ ഈ ചാർട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 4 വരെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് വാട്ടർ, ഫോഗ്, ഫോം, ഡ്രൈ ഏജന്റ്, ആ രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ PRST, WXYZന്റെ അർത്ഥവും ഇയുടെ അർത്ഥവും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത്ര നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ബ്രീത്തിങ് അപ്പാരറ്റസ് ഫുൾ ബോഡി, അത് ഈസിയാണ്, നമുക്കത് ഓർമ്മ നിൽക്കും. ഓക്കെ, നിങ്ങളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ 1-2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് വേണ്ട അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ഓർമ്മയിൽ നിർത്തിയാൽ മതി. നിങ്ങൾക്ക് ഇത് ഫുൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കണ്ട. ഓക്കെ, പിന്നെ വരുന്ന കണ്ടെയ്ൻ വരെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് എന്താണ്? ഡ്രെയിനേജിലൂടെ ഒക്കെ പോയ പ്രശ്നമാണ്, വളരെയധികം പ്രശ്നമാണ്. കാരണം എന്താണ്? ഇതിനകത്തെ ആ ഒരു ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇതിൽ പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട് ചെയ്ത് പോകും. ഫ്ലോട്ട് ചെയ്ത് പോയാൽ എന്തോരം ഒരുപാട് ഏരിയകളിൽ പോകും. അത് വൻ പരിസ്ഥിതി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത് ഗ്യാസ് ലീക്ക് ആയാൽ തന്നെ എന്താണ്? അതും കണ്ടെയ്ൻ ചെയ്യേണ്ടി വരും അല്ലെ. ഇതിനകത്തും എന്താണ്? എയറിൽ ഇത് സ്പ്രെഡ് ആവാനും അതുപോലെ തന്നെ അവിടെയും തീപിടുത്തം ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ കണ്ടെയ്ൻ ചെയ്യേണ്ടി വരും. അതാണ് കണ്ടെയ്ൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇഷ്യൂ ഉണ്ടായി, ഇപ്പൊ ഒരു ഗ്യാസ് ടാങ്കർ അറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി, എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഇവാക്വേഷൻ ഫസ്റ്റ് ഫോം ഓഫ് റെമഡി ആയിട്ട് നമ്മൾ സ്വീകരിക്കണം. ഏറ്റവും ആദ്യം അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തൊരു സ്ലൈഡ് നോക്കാം. ഹാസ്കം കോഡിൽ ഒരു സംഖ്യ അടങ്ങിയിരിക്കുന്നു. ശരിയാണ്, നമ്മൾ നേരത്തെ കണ്ടു 2 എന്നൊരു സംഖ്യ അതിനകത്തുണ്ട്. 1 മുതൽ 4 വരെയുള്ള സംഖ്യ ഉണ്ടാവും അല്ലെ. അതായത് 1 മുതൽ 4 വരെയുള്ള സംഖ്യകൾ, തുടർന്ന് ചാർട്ടിൽ നിന്നുള്ള ഒരക്ഷരമാല. ഓക്കെ, ഒരക്ഷരമാല. ചിലപ്പോൾ ഈ കോഡ് 3 പ്രതീകങ്ങൾ ഉള്ളതും മൂന്നാമത്തേത് ഇയുമായിരിക്കും. ചിലപ്പോൾ ഈ കോഡ് 3 പ്രതീകങ്ങളും മൂന്നാമത്തേത് ഇയുമായിരിക്കും. ശരിയല്ലേ? നമ്മൾ നേരത്തെ കണ്ടു 2W, മൂന്നാമത്തെ ഏതാണ്ടേ ഇ ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇ ആണ് വന്നത്, 2WE. ഓക്കെ, 2WE എന്നുള്ളൊരു
പ്രതീകമാണ് വന്നത് അല്ലെ? അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഇവിടെ നിങ്ങളുടെ ഇതിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ PPT ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പം ഞാനിപ്പോൾ പറഞ്ഞൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചാൽ ഒന്ന് നമ്മൾ എന്താണ് വാട്ടർ ജെറ്റ്, എന്താണ് ഫോഗ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പോകുന്നത്. 3 നുര അല്ലെങ്കിൽ ഫോം. 4 ഡ്രൈ ഏജന്റ്. അതുപോലെ PRST എന്ന് പറഞ്ഞ എന്താണ് മെറ്റീരിയൽ നേർപ്പിക്കേണ്ടതുണ്ട് അല്ലെ? നമ്മൾ അവിടെ എന്ത് പറഞ്ഞു? ഇത് ഡയല്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽ ഡയല്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെറ്റീരിയൽ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ കണ്ടെയ്ൻ ചെയ്യുക എന്നാണ് അർത്ഥം. അതിന്റെ സ്പ്രെഡ് കുറയ്ക്കുക എന്നതാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ V എന്താണ് വയലന്റ് ആകാൻ സാധ്യതയുള്ള ഒരു ആയതുകൊണ്ടാണ് നമ്മളുടെ V ഉപയോഗിച്ചത്. അതുപോലെ ഈ വരുന്ന എന്താണ് ഇവാക്വേഷൻ അല്ലെ? ഇവാക്വേഷൻ ആണ് നമുക്ക് പിന്നീട് വരുന്നത്. അപ്പൊ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് അതിന്റെ ഒരു കുറച്ച് എക്സാമ്പിൾസിലോട്ടും കൂടെ പോവുകയാണ്. മണ്ണെണ്ണ വന്നു അല്ലെ? മണ്ണെണ്ണ എന്താണ്? 3Y ആണ് മണ്ണെണ്ണ. അപ്പൊ അതുകൊണ്ട് എന്താണ് Y എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ ചാർട്ടിലോട്ട് നേരെ ഒന്ന് പോയി നോക്കാം. എന്താണ് Y ഉദ്ദേശിക്കുന്നത്? Y എന്ന് വെച്ചാൽ വയലന്റ് ആയിട്ട് കത്താൻ സാധ്യതയുണ്ട് അല്ലെ? മണ്ണെണ്ണ വീണാൽ എന്താണ്? മണ്ണെണ്ണ നമ്മുടെ വീട്ടിലെ മണ്ണെണ്ണ എന്ന രീതിയിൽ എടുക്കണ്ട കേട്ടോ. മണ്ണെണ്ണയുടെ വലിയ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ ഓർത്താൽ നമ്മുടെ വീട്ടിലെ മണ്ണെണ്ണ ആണെങ്കിൽ അത് വീണാൽ നമുക്ക് പെട്ടെന്ന് നമ്മളത് ക്ലിയർ ചെയ്യാറൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള സ്പില്ലിംഗ് ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പം ഇത് വലിയൊരു രീതിയിൽ കണ്ടെയ്ൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളതിനെ ഒരു സൂക്ഷിക്കുന്ന സ്റ്റോറേജിലെ കാര്യം എന്ന രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ എന്താണ് അവിടെ എക്സ്പ്ലോഷൻ ഉണ്ടായാലും എന്താണ് വളരെ വയലന്റ് ആയിട്ട് തന്നെ എക്സ്പ്ലോഡ് ആവും. അതുപോലെ തന്നെ അത് എന്താണ് ബ്രീത്തിങ് അപ്പാരറ്റസ് പിന്നീട് എന്താണ് സ്പ്രെഡ് അവരെ കണ്ടെയ്ൻ ചെയ്യുക എന്നതാണ് അതിൻ്റെ അടുത്ത സൊല്യൂഷൻ. ഓക്കെ, പെട്രോൾ വരുമ്പം 3YE ആണ്. 3YE ആണ് പെട്രോൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണം, നിങ്ങൾ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കണം. എക്സാമിന് ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതൊരു സാധ്യതയുണ്ട്. അപ്പം LPG 2WE ആണ്. 2WE ഇതിനകത്ത് നമ്മളൊരു LPG നമ്മൾ കണ്ടു 2WE എന്ന് കണ്ടു. പക്ഷെ ഇത് സ്റ്റോർ ചെയ്യുന്നിടത്തെ ഈ കാര്യമാണ്. ഈ 2WE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് LPG സ്റ്റോർ ചെയ്യുന്നിടത്തെ കാര്യമാണ്. പക്ഷെ ഈ LPG അതേസമയം നിങ്ങൾ ടാങ്കറിലൊക്കെയാണ് LPG കൊണ്ടുവന്നെങ്കിൽ 2YE എന്ന് കൂടെ കാണാൻ പറ്റും കേട്ടോ. 2YE എന്ന് കൂടെ കാണാൻ പറ്റും. അത് റോഡ് ടാങ്കർ. ഇത് LPG സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്താണ് 2WE വരുന്നത്. 2YE വരുന്നത് റോഡ് ടാങ്കർ ആണ്. അപ്പൊ നിങ്ങൾക്ക് LPG നിങ്ങൾക്കൊരു ചോദ്യം വരുവാണെങ്കിൽ അതിനകത്ത് ഒന്നെങ്കിൽ 2WE അല്ലെങ്കിൽ 2YE ഉണ്ടാകത്തുള്ളൂ. ഇത് രണ്ടും കൂടെ ഒരിക്കലും വരത്തില്ല. ഒരു ഓപ്ഷനിൽ വരത്തില്ല. ഓക്കെ, 2WE ആണ് LPG സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്. കാരണം എന്താ 2YE എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. കുറച്ചും കൂടെ ഒരു ജാഗ്രത കൊടുക്കുകയും അതിന് മറ്റു രീതിയിലുള്ള ചില നടപടികളൊക്കെ എടുക്കേണ്ട കാര്യമാണ്. ഇപ്പൊ 2WE എന്ന് പറയുമ്പോൾ അത് സ്റ്റോറേജ് ആണ്. 2YE ആണ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നതാണ് എന്ത്? മീഥൈൽ ആൽക്കഹോൾ കേട്ടോ. മീഥൈൽ ആൽക്കഹോൾ ആണ് അടുത്തത് വരുന്നത്. ഓക്കെ, അതിൽ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാണ്. മീഥൈൽ ആൽക്കഹോൾ നിങ്ങളുടെ PPTയിൽ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ മീഥൈൽ ആൽക്കഹോൾ എന്താണ്? അത് 2PE ആണ്. 2PE ആണ് മീഥൈൽ ആൽക്കഹോളിന് വരുന്നത്. 2PE ആണ്. അതുപോലെ തന്നെ സൾഫറിലെ 2Z ആണ്. സൾഫറിൻ്റെത് 2Z എന്നാണ് സൾഫറിന്റെ പറയുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ ബോർഡ് കാണുന്നത് അതിന്റെ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതിന്റെ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്സ്പ്ലോസിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്തോരം എക്സ്പ്ലോസീവ് ആണ് എന്നൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തോരം ഡേഞ്ചർ ആണെന്ന് കാണിക്കുന്ന കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒന്ന് ഇതാണ് എക്സ്പ്ലോഡിംഗ് ബോംബ്. ഇത് ചിലപ്പം നിങ്ങൾക്ക് ഒരു ഡയഗ്രാം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യാനായിട്ടൊന്നും നിൽക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടൊന്ന് മനസ്സിലാക്കി. ഞാൻ ഈ പറഞ്ഞു കേട്ടാൽ കണ്ട് മനസ്സിലാക്കരുത്. സിമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് ഇതാണ്. ഇത് എക്സ്പ്ലോഷന് സാധ്യത ഉള്ളതിനാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഇമേജ് കൊടുക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ഇമേജ് എക്സ്പ്ലോഷന് സാധ്യതയുള്ളതാണ്. ഇത് എന്താണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ളതിനാണ് ഈ ഒരു ഇതിൽ ഫ്ലെയിം തന്നെയാണ്. നമുക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മൂന്നാമത്തെ വരുന്നതാണ് എന്ത്? ഓക്സിഡൈസിങ് ഹസാർഡ്. അതായത് ഇപ്പം ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ്? മറ്റൊരു സബ്സ്റ്റൻസുമായിട്ട് ചേർന്ന് തീ പിടിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒരു സർക്കിളിന്റെ മുകളിൽ ഒരു ഫ്ലെയിം എന്നതായിട്ട് വരുന്നതാണ്. മറ്റേത് ഫ്ലെയിം ആണ്. ഇത് സർക്കിളിന്റെ മുകളിൽ ഒരു ഫ്ലെയിം ആണ്. അതിന് ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞത്. സർക്കിളിന് മുകളിൽ O എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ്. അങ്ങനെ ഓർത്താൽ മതി. ഓക്സിഡൈസിങ് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഫയർ പിടിക്കുന്നു. ഓക്കെ, ആ രീതിയിൽ ഓർത്താൽ മതി. അടുത്ത വരുന്നതാണ് ഗ്യാസ് സിലിണ്ടർ.
പ്രഷർ കൂടി ഗ്യാസിന് എന്ത് ചെയ്യാം, എക്സ്പ്ലോഷൻ സംഭവിക്കാം. അതിനാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് കൊറോഷൻ. അതായത് ഇപ്പം ഒരു വസ്തുവിനകത്തെ കെമിക്കല് മറ്റേ ഒരു ഒബ്ജക്റ്റിലേക്ക് വീഴുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, അവിടെ ആ ഒരു മെറ്റലിന് രണ്ടിനും എന്ത് ചെയ്യാം, അടുത്തുള്ളതിന് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ അത് കൊറോഷൻ കാണിക്കുന്നു. അതുപോലെ സ്കൾ ആൻഡ് ക്രോസ് ബോൺസ്, ഇത് വളരെ ചെറിയ എമൗണ്ടിൽ പോലും നമ്മൾക്ക് അതിൻ്റെ നമ്മൾ അതിനകത്തേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് വലിയൊരു ഹെൽത്ത് ഹസാർഡ്സ്, ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അതിനെ സ്കൾ ആൻഡ് ക്രോസ് ബോൺസ് എന്നുള്ളൊരു ഇമേജ് കൊടുത്താണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന ഹെൽത്ത് ഹസാർഡ്സ് ആണ്. അതായത് എന്തെങ്കിലും സീരിയസ് ഹെൽത്ത് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ചില കെമിക്കൽസിനൊക്കെ കൊടുക്കുന്നതാണ് ഹെൽത്ത് ഹസാർഡിന്റെ ആ ഒരു സിമ്പിൾ കൊടുക്കുന്നത്. അടുത്തത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഓസോൺ ലെയറിന് ഡാമേജ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എന്താണ് ഹെൽത്തിനെ എഫക്ട് ചെയ്യുക. ഓക്കെ, ആ രീതിയിലുള്ളതിനാണ് എന്ത് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് എൻവയൺമെന്റ്. അതായത് അക്വാട്ടിക് എൻവയൺമെന്റിനോ അതുപോലുള്ള എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഹസാർഡസ് ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യും, എൻവയൺമെന്റ് എന്നുള്ള രീതിയിലാണ് അത് മെൻഷൻ ചെയ്യുന്നത്. അതിനകത്ത് കാണാൻ ജസ്റ്റ് ഒരു മരവും അതുപോലെ എന്താണ് അതിനകത്ത് കുറെ റെസിഡ്യൂസും കാര്യങ്ങളൊക്കെ, എനിക്ക് തോന്നുന്നത് മൃഗങ്ങളുടെ ഡെഡ് ആണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. സോ ആ രീതിയിലും അവിടെ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു സിമ്പിൾസ് കാര്യങ്ങൾ വരുന്നത്. സിമ്പിൾസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങൾ ഇപ്പം ഈ കാണുന്നില്ല, അത് മതി, നിങ്ങൾക്ക് എക്സാമിന് അത് ഓർമ്മ വരും. അത് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടേ ഇല്ല, എക്സാമിന് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടേ ഇല്ല. സോ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു PYQ നോക്കാം. LPGയുടെ ഹസാർഡസ് കെമിക്കൽ കോഡ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന് 2P പറഞ്ഞു, അതുപോലെ 2WE, 2SE, 2RE. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ 2WE അല്ലേ, എന്താണ് LPGയുടെ ആ ഒരു കോഡ് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു എളുപ്പമാർഗ്ഗം നമ്മൾ പറഞ്ഞു തന്നു. നിങ്ങൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് എക്സാം ഉള്ളൂ, അപ്പോൾ നിങ്ങളത് ഈ രീതിയിൽ അത് ഓർമ്മയിൽ വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫർമേഷൻ പാനലിലെ 3WE ഓർമ്മയിലുണ്ടോ? 3W എന്താണ് ഓർമ്മയിലുണ്ടോ? എന്ന കോഡിലെ സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? 3WE? പെട്രോൾ അല്ലെ, പെട്രോൾ ആണ് 3WE വരുന്നത്. അപ്പം അതിനകത്ത് 3 എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് വാട്ടർ ജെറ്റ്, 2 ഫോഗ്, 3 ഫോം, നാലാമത്തെ എന്താണ് വരുന്നത്? നാലാമത്തെ വരുന്നത് ഡ്രൈ ഏജൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഏതാണ് നമ്മൾ പറഞ്ഞു? മൂന്നാമത്തത് ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് പതയാണ് അല്ലെങ്കിൽ ഫോം ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയില്ലേ, ആ ഒരു എന്താണ് പറയുക, ഇന്ധനം, ദ്രാവകമായിട്ടുള്ള ഇന്ധനം സ്പ്രെഡ് ആവുന്ന സമയത്ത് അതിന്റെ മുകളിൽ പതയായിട്ടുള്ള ഒരു കോട്ടിങ് വരുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ല? നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടല്ലോ. ശരി, അവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓക്സിജനെ അവിടെ അവര് ബ്ലോക്ക് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളത് കൃത്യമായിട്ട് പഠിക്കും. ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് എന്ത്? ട്രെം കാർഡ് കേട്ടോ. ട്രെം കാർഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ട്രാൻസ്പോർട്ട് എമർജൻസി, ട്രാൻസ്പോർട്ടിന്റെ TRഉം അതുപോലെ എമർജൻസിയുടെ EMഉം അത്രേ ഉള്ളൂ. ട്രെം കാർഡ് കേട്ടോ നമ്മൾ അടുത്ത് നോക്കുന്നത്. എന്താണ് ട്രെം കാർഡ്? അപ്പം അപകടകരമായ വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു രേഖയാണ് എന്ത്? ട്രെം കാർഡ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? അപകടകരമായ വസ്തുക്കൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ഒരു കോഡ് ഉണ്ടാവണം അല്ലെ, അതിന്റെ കോഡ് പ്രദർശിപ്പിക്കണം. ആ പ്രദർശിപ്പിക്കുന്ന എമർജൻസി പാനലിലാണ്. നമ്മളത് അടുത്തത് എമർജൻസി പാനലാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ട്രെം കാർഡ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ട്രെം കാർഡ് എന്ന് വെച്ചാൽ ഇത് ഡ്രൈവർ സൂക്ഷിക്കേണ്ട ഒരു രേഖയാണ്. ഈ ഒരു രേഖ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് വെച്ചാൽ അതൊരു പ്രാദേശിക ഭാഷയിൽ എഴുതിയായിരുന്നു സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് കണ്ടാൽ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വില്ലേജിലൊക്കെ പോയി നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ കര അടയ്ക്കുന്ന ഒരു രസീതൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വലിയൊരു ഫോം ആയിരിക്കും ഈ ഒരു ട്രെം കാർഡ് വരുന്നത്. ഏതാണ്ട് ആ ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് ഈ ഒരു കാർഡ് ഇരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു അപകടകരമാകുന്ന ഈ ഒരു രാസവസ്തുവിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ വണ്ടിക്കകത്തുള്ള ഈ ഒരു അപകടത്തെ കണ്ടെയ്ൻ ചെയ്യാൻ എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ട്, എത്ര PPEകളുണ്ട് അല്ലെ, ഇതെല്ലാം അതിൽ കൃത്യമായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ എന്താണ്, പ്രാദേശിക ഭാഷയിൽ ആയിരിക്കണം ഈ ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പ്രാദേശിക ഭാഷയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ട്രെം കാർഡ്. ട്രെം കാർഡിൽ അടങ്ങിയിരിക്കേണ്ടത്, ട്രെം കാർഡ് കീപ്പ് ചെയ്യേണ്ട രീതി ഇതൊക്കെയാണ്. അപ്പം അപകടകരമായ അല്ലെങ്കിൽ ആ ഒരു കാര്യം സംഭവിക്കാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷയ്ക്ക് കൃത്യമായ നടപടികൾ എടുക്കാനും അതുപോലെ നാട്ടുകാർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകാനും ഒക്കെ യൂസ്ഫുൾ ആയതുകൊണ്ടും അതുപോലെ ഡ്രൈവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ, ഡ്രൈവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് റെസ്പോൺസ് വരെ, അതായത് ഇപ്പം ഫയർഫോഴ്സോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ക്ലിയറൻ്റ് അവരെത്തുന്നത് വരെ ഒരു
ഇതിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷനും എല്ലാം ഇത് നൽകുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് കേട്ടോ. ഇതാണ് ട്രംപ് കാർഡ്. ട്രംപ് കാർഡിനകത്ത് ഇത്രയാണ് നിങ്ങൾ അറിയേണ്ടതുള്ളത്. അപ്പൊ ട്രംപ് കാർഡിന്റെ ഒരു PYQ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഹാനികരമായ വസ്തുക്കളുടെ നമുക്കൊരു PYQ ആണ്, നമുക്ക് ജസ്റ്റ് ഒരു PYQ നോക്കാം. 23 ചോദിച്ചിരിക്കുന്നതാണ്. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയെ പറയുന്ന പേര്. ആ പറയുന്ന പേരാണ് എന്താണ്? അതായത് ആ ഒരു വസ്തുവിന്റെ, അപകടകരമായ വസ്തുവിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു കാർഡിന്റെ പേരാണ് ചോദിക്കുന്നത്. അത് നമ്മളിപ്പം പറഞ്ഞു തന്നെയാണ് ട്രംപ് കാർഡ് കേട്ടോ. ട്രംപ് കാർഡ് അത് നിങ്ങളിത് ഈ ഒറ്റത്തവണ കേട്ടിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ, ആൻസർ കിട്ടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാസ്കം കോഡാണ്, ഹസാഡസ് കെമിക്കൽ കോഡാണ്. ഹസാഡസ് കെമിക്കൽ കോഡിന്റെ പർപ്പസ് വേറെയാണ് അല്ലെ. അതിന് നമ്മൾ അതൊരു കോഡ് എന്ന രൂപേണയാണ് അത് വെക്കുന്നത്. അതുപോലെ അത് ആർക്കൊക്കെ ആണ് മനസ്സിലാവേണ്ടത്? ഒന്ന്, ഈ ഒരു ഓടിക്കുന്ന ഡ്രൈവർക്ക് ഹാസ്കം കോഡ് മനസ്സിലായിരിക്കണം. 2, രക്ഷാപ്രവർത്തനം എത്തുന്ന ആളുകൾക്ക് അതിന്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ഈ 2 പേർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയേണ്ടത്. പക്ഷേ ഈ ഒരു ട്രംപ് കാർഡ് എന്ന് വരുമ്പോൾ അത് നാട്ടുകാർക്കും കൂടെ അറിയപ്പെടുന്ന രീതിയിൽ രേഖപ്പെടുത്തണം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രാദേശിക ഭാഷയിലും അത് ലഭ്യമാക്കണം എന്ന് പറയാനുള്ള കാരണം. അടുത്താണ് എന്ത്? എമർജൻസി പാനൽ കേട്ടോ. എമർജൻസി പാനലാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾ എമർജൻസി പാനൽ കണ്ടിട്ടില്ലായിരിക്കും. ഇതാണ്, ഈ കാണുന്നതാണ് സംഭവം. ഈ കാണുന്നതാണ് എമർജൻസി പാനൽ. ഇവിടെ അത് കണ്ടോ, ഇത്രയും സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഡീലറിന്റെ നെയിമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത് ഞാനത് വരയ്ക്കാം. ഓക്കെ, മുകളിൽ ഡീലറിന്റെ നെയിമും കൂടി ഉണ്ട്. ദെൻ എന്താണ് അതിൽ കൊണ്ടുപോകുന്നുണ്ട്, അതിന്റെ ഒരു UN നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഹാസ്കം കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3YE. എന്താ 3YE? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ 3YE. എന്താ പറഞ്ഞേ? അത് പെട്രോൾ ആണ് കേട്ടോ. 3YE പെട്രോൾ ആണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ അതിന്റെ താഴെ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു അപകടം വന്നാൽ കോണ്ടാക്ട് ചെയ്യേണ്ടവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫോം യൂസ് ചെയ്യണം, DCP യൂസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനത്തെയാണ് എന്തെന്ന് പറഞ്ഞത്? എമർജൻസി പാനൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ ഇത്രയുള്ള സംഭവം നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ തന്നെ. അതെന്താണ്? ടെക്നിക്കൽ നെയിം, താഴെ വസ്തുവിന്റെ UN നമ്പർ, അതിന്റെ താഴെ എന്താ ഹാസ്കം കോഡ് നമ്മൾ കണ്ടു. 3YE ഹാസ്കം കോഡ് ഉണ്ട്. UN നമ്പർ അതിന്റെ മുകളിലുണ്ട്, നമ്മളത് കണ്ടു. ഈ UN നമ്പർ ഒന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ, ചോദിക്കില്ല. ഹാസ്കം കോഡ് മാക്സിമം വരെ നിങ്ങൾ അറിഞ്ഞാൽ മതി. അതിന് താഴെ എന്താണ്? അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടു. വലതുവശത്ത് നൽകിയുള്ള ക്ലാസ് ലേബൽ, അതിന്റെ താഴെയായി സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അപകട സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഇരുവശങ്ങളിലും 2 സൈഡിലും അതുപോലെ പുറകു വശത്തുമാണ് ഈ ഒരു ഹാസ്കം കോഡ് ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഹാസ്കം എമർജൻസി പാനൽ ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. ഈ ഒരു രണ്ട് സൈഡിലും പുറകിലുമായിട്ടാണ് ഈ എമർജൻസി പാനൽ ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഈ ഒരു എമർജൻസി പാനൽ. ഓക്കെ, അപ്പൊ ഈ ഒരു അപകട സാധ്യത മുൻനിർത്തി അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടാണ് ഈ ഒരു ഹാസ്കം എമർജൻസി പാനൽ ഒക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം തീരെ അപകടം ഇല്ലാതെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന പറഞ്ഞൊരു പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നൾ ഹാസ്കം കോഡാണ്. നൾ ഹാസ്കം കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് അത് ഓർമ്മയിലുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനിയിപ്പോൾ MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിന്റെ LPG കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽ വേണ്ട, നമുക്കെല്ലാം LPG, അതുപോലെ അമോണിയ, അതുപോലെ എന്താ ക്ലോറിൻ ഉണ്ട്. ഇപ്പൊ ഇതും കൂടെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അത് കൊള്ളാവുന്നതുകൊണ്ടാണ് ഞാനത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ആ ഒരു പോർഷനിൽ നമുക്ക് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഒരു ടെക്നിക്കൽ നെയിമും അങ്ങനെയുള്ള ഒരു കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയാൽ മതി. 12th ലെവൽ എക്സാം എഴുതുന്നു, നമുക്ക് അപ്പോൾ അതനുസരിച്ച് നമുക്കത് നോക്കാം. അതുപോലെ തന്നെ എന്താണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇതിനകത്ത് ഒപ്പീനിയൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് ഇടുക. കാരണം നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഏരിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് ഇടാം, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇതിന്റെ PDF കാര്യങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചേക്കാം, ടോപ്പ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അവിടെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ് കിട്ടും, അതിനകത്ത് ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.